ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മടവൂർപ്പാറയിലാണ്. ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നല്ലേ പറഞ്ഞുതരാം. തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ മടവൂർപ്പാറ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന വീട് കണ്ടോ? ഒന്നല്ല, രണ്ട് വീട്. നല്ല അടിപൊളിയായിട്ടും മനോഹരമായിട്ട് ലേറ്റസ്റ്റ് മോഡലിൽ ചെയ്ത വീടാണ്. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണിച്ച മടവൂർപ്പാറയുടെ തൊട്ടടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് വീടുകൾ മാത്രമാണ് ഇനി നിലവിലുള്ളത്. അതായത് ഇവിടുന്ന് ഏകദേശമുള്ള വീടുകളെല്ലാം വിറ്റുപോയി. അതുപോലെ മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മൾ എപ്പോഴും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാസ്തു അത് പ്രധാനമാണ്. അതായത് വാസ്തു നോക്കി ക്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്താൽ മാത്രമേ, കാരണം നമുക്ക് താമസിക്കാനുള്ള വീടാണ്. അപ്പോൾ നമുക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വീട് വാങ്ങിച്ച് താമസിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വീട് എന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീടിന്റെ ഒരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ചെയ്തിട്ടുള്ള രണ്ട് വീടുകൾ മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് കഴക്കൂട്ടം ബൈപ്പാസായ നമ്മളെ കാട്ടായിക്കുളം ജംഗ്ഷനിലോട്ട് പോകാൻ ആകെ ഒരു 150 മീറ്ററേ ഉള്ളൂ. തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത്, മടവൂർപ്പാറ. നല്ല ടാർ റോഡ് ചേർന്നാണ്, ആ വാഹനം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. ആ ടാർ റോഡ് ചേർന്നാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വീടാണ്. എന്തായാലും നമുക്ക് ആ വീടൊന്ന് കണ്ടുനോക്കാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് അതുകൊണ്ട് വാഹനം ഇടാനുള്ള ഒരു സൗകര്യമുള്ള കാർ പോർച്ചാണ് ഈ കാണുന്നത്. പക്ഷേ ഈ ഒരു കാർ പോർച്ച് മാത്രമല്ല, നമുക്കൊരു വാഹനം പുറത്തുനിന്ന് നമുക്ക് എക്സ്ട്രാ നമ്മുടെ ഒരു റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ വരികയാണെങ്കിൽ അവരുടെ വാഹനം ഇവിടെ 2 വാഹനം സുഖമായിട്ട് ഇടുവാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ഡിസൈനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഫിനിഷിംഗ് വർക്കാണ് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹാളാണ്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ്. അതുപോലെ എല്ലാ വീടുകളിലും പോലെ തന്നെ നമുക്ക് കണ്ട് ഇവിടെ TV സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതും നല്ല ലേറ്റസ്റ്റ് മോഡൽ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മാർബിൾ ആണെന്നാണ് നമുക്ക് തോന്നുള്ളൂ, പക്ഷെ മാർബിൾ അല്ല. അപ്പോൾ അതുപോലെ നമ്മളിത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ബെഡ്റൂമാണ് കേട്ടോ. അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്നത് ബെഡ്റൂമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ കബോർഡും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം നമുക്ക് എല്ലാ ബെഡ്റൂമിലും വരുന്നുണ്ട്. അപ്പോൾ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാത്റൂമാണ്. കണ്ടല്ലോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. നമ്മൾ ആ ബെഡ്റൂം കാണിച്ച കണക്കിന് കബോർഡും കാര്യങ്ങളും ടോയ്ലറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ കിച്ചണാണ് ഈ കാണുന്നത്. എല്ലാം നല്ല അത്രയും ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതാ തൊട്ടടുത്ത് തന്നെ വാഷ് ബേസിൻ കാര്യങ്ങളെല്ലാം ഓപ്പൺ കിച്ചൺ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വാഷ് ബേസിൻ എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം ലൈറ്റിംഗ് വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെയും 2 ബെഡ്റൂമാണ് വരുന്നത്. അതൊരു ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം. മറ്റൊരു പ്രത്യേകത ഇതിലുണ്ട് കേട്ടോ. പറഞ്ഞുതരാം. ഒരു 6 ബെഡ്റൂമാണ് ഈ കാണുന്നത്. നമുക്ക് വീട്ടിനകത്ത് തന്നെ നല്ല